സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക്, ധ്യാനത്തിന് ആധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ദൈവരാജ്യം എന്ത് എന്ന് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലാണ്. ഞാനത് വായിക്കട്ടെ. പിന്നെ യേശു പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകുന്നു. ഭൂമി സ്വയമായി മുൻപേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരിൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവനുടനെ അരിവാൾ വയ്ക്കുന്നു. പിന്നെയും യേശു പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വിതച്ച ശേഷം വളർന്ന സകല സസ്യങ്ങളിലും വലുതായി തീർന്ന് ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ നിഴലിൽ വസിപ്പാൻ തക്കവണ്ണം വലുതായ കൊമ്പുകളെ പുറപ്പെടുവിക്കുന്നു. നമുക്കറിയാം, യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രഖ്യാപിതമായ എല്ലാ ആശയങ്ങളുടെയും സമുച്ചയമാണ് ദൈവരാജ്യം എന്ന സങ്കല്പം. ഈ ദൈവരാജ്യ സങ്കല്പത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ എത്രമാത്രം നാം കൂട്ടാക്കിയിട്ടുണ്ട് എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഇന്ന് ധ്യാനത്തിൻ്റെ പശ്ചാത്തലമായി കരുതിക്കൊണ്ട് ഈ രണ്ട് ഉപകളെ ആസ്പദമാക്കി ദൈവരാജ്യത്തെപ്പറ്റി യേശുവിൻ്റെ സങ്കല്പം എന്ത് എന്ന് അറിയുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആമുഖമായി ഇനി പറയേണ്ടത് അല്ലെങ്കിൽ സൂചിപ്പിക്കേണ്ടത്, രണ്ട് വ്യത്യസ്തമായ ലോകദർശനം അല്ലെങ്കിൽ ജീവിത കാഴ്ചപ്പാട് സാധ്യമാണ്, നിലവിലുണ്ട്. മതേതര കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഭൗതികവാദ ദർശനത്തിൽ, ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വ്യൂ, മനുഷ്യൻ അവൻ്റെ കാര്യങ്ങൾക്ക് അധിപനാണ്. ഈ ലോകത്തിൽ മനുഷ്യൻ അവൻ്റെ ജീവിതം നിലനിർത്തുവാനും മെച്ചപ്പെടുത്തുവാനും എന്തെല്ലാം ആവശ്യമുണ്ടോ അത് എല്ലാം അവൻ്റെ പക്കലുണ്ട്. കഴിവായും അതിൻ്റെ റിസോഴ്സസായും സമ്പത്തായും സംവിധാനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും സഹായമായും അങ്ങനെ മനുഷ്യൻ ഭദ്രമായും സമൃദ്ധമായും അർത്ഥവത്തായും ജീവിക്കുവാനുള്ള എല്ലാം ഈ ലോകം അവന് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഭൗതികമായ ഈ ലോകത്തിന് അതീതമായ ഒരു മർമ്മത്തെയും അറിയുകയോ ആശ്രയിക്കുകയോ ചെയ്യേണ്ട ആവശ്യം മനുഷ്യനില്ല. മനുഷ്യൻ ഇതാ പക്വത പ്രാപിച്ചിരിക്കുന്നു. മാൻ ഹാസ് കം ഓഫ് ഏജ്. അതുകൊണ്ട് ദൈവസങ്കല്പത്തിൻ്റെ ആവശ്യമില്ല. ദൈവഹിതം അന്വേഷിക്കുകയോ അറിയുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ധാരണകൾ. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ധാരണയാണ് ദൈവരാജ്യം എന്ന സങ്കല്പം. അത് ഈ ധാരണയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ സഹായിക്കുന്ന ഒരു ആത്മീയ ദർശനമാണ്. മനുഷ്യന് ഈ ലോകത്തിൽ വസിക്കുവാൻ, അല്ലലില്ലാതെ ജീവിക്കുവാൻ, സമാധാനത്തോടും പ്രത്യാശയോടും ജീവിക്കുവാൻ ഉതകുന്ന വലിയ അനുഗ്രഹങ്ങൾ അവന് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒന്നും ഉറവിടമോ ഉടമയോ അവനല്ല. ഈസ് നൈദർ ദ സോഴ്സ് നോർ ദ മാസ്റ്റർ ഓഫ് എനി ഓഫ് ദീസ് തിങ്സ്. മാത്രവുമല്ല, അവൻ ഈ ലോകത്തിൽ വസിച്ച് മണ്ണടിഞ്ഞു പോകേണ്ട നൈമിഷികമായൊരു പ്രതിഭാസവുമല്ല. ഭൗതികമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അഭൗമമായ ആത്മാവാണ് യഥാർത്ഥ മനുഷ്യത്വത്തിൻ്റെ
വ്യക്തിത്വത്തിൻ്റെ രഹസ്യം എന്ന ദർശനം, ആ ദർശനത്തിൽ വരുമ്പോൾ മനുഷ്യൻ വസിക്കുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യൻ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു പറയുന്ന ഈ ലോകത്തിൽ അതിൻ്റെ ഒരു ചെറിയ ഒരു അംശത്തിൽ മാത്രമേ മനുഷ്യന് ചുമതലയോ കാർമ്മികത്വമോ ഉള്ളുവെന്നും മനുഷ്യ നിയന്ത്രണത്തിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ വലിയ സാധ്യതകൾ അത് അവനെ നിരന്തരമായി നയിക്കുകയും പരിമിതപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കുമെന്നും, എന്നാൽ എല്ലാറ്റിനെയും ഉപരിയായി എല്ലാറ്റിനെയും നന്മയ്ക്ക് വേണ്ടി പര്യവസാനിപ്പിക്കുന്ന ഒരു ദൈവഹിതമുണ്ട് എന്നും ആത്യന്തികമായി അതാണ് യാഥാർത്ഥ്യമെന്നുമുള്ള വിശ്വാസമാണ് ദൈവരാജ്യത്തിൻ്റെ പ്രകാശം എന്നത് യേശു പല ഉപമകളിൽ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ഈ രണ്ട് ഉപമകൾ ഇനിയും ഒന്ന് പരിശോധിക്കാം. ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അതിനുശേഷം കുറച്ചുകൂടെ വെളിപ്പെടുത്തലുകൾ സംബന്ധമായി നമുക്ക് പ്രാപിപ്പാൻ കഴിയും. ഇവിടെ ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുന്നു, അത്രമാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ. വിത്ത് വിതച്ച ശേഷം അവൻ്റെ ജീവിതം തുടരുകയാണ്. അവൻ രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ, പല വിധത്തിൽ യേശു ആശയത്തെ ഉറപ്പിക്കുന്നുണ്ട്. രാവും പകലും അവൻ ഉറങ്ങിയും ഉണർന്നും അങ്ങനെ വസിച്ചുകൊണ്ടിരിക്കെ ജീവിച്ചുകൊണ്ടിരിക്കെ അവൻ അറിയാതെ എന്ത് സംഭവിക്കുന്നു? വിത്ത് മുളച്ച് അത് ചെടിയായി വളരുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഈ ഒറ്റ വാചകത്തിൽ തന്നെ യേശു സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഇതിൽ വഹിക്കുന്ന പങ്ക് വളരെ ലഘുവാണ്. അതുകൊണ്ട് അതിന് അർത്ഥമില്ലെന്നോ അതിന് അത് ഒഴിച്ചുകൂടാവുന്നതാണോ എന്നൊന്നും അർത്ഥമില്ല. സംഭവിക്കേണ്ട ആകെത്തുകയിൽ വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ നിർവഹിക്കുന്ന കർത്തവ്യം, അവൻ ചെയ്യുന്ന അധ്വാനം തുലവും ചെറുതാണ്. അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെയാകും. ഒരു കർഷകനും താൻ വിതയ്ക്കുന്ന വിത്തിനെ മുളപ്പിപ്പാൻ കഴിയുകയില്ല, അവൻ എത്ര അധ്വാനിച്ചാലും. ഒരു കർഷകനും താൻ വിതച്ച വിത്ത് മുളച്ചു അതിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഒരു കർഷകനും താൻ വിതച്ച വിത്ത് മുളച്ചു അത് വളർന്നുകൊണ്ടിരിക്കുന്നു, അതിലെത്ര കതിരുണ്ടാകണം എന്ന് തീരുമാനിപ്പാൻ കഴിയുകയില്ല. അത് ഇന്ന ദിവസം വിളയണം എന്ന് തീരുമാനിപ്പാൻ കഴിയുകയില്ല. ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ കൊയ്ത്തിന് സമയമായി എന്ന് അവനെ ബോധ്യപ്പെടുമ്പോൾ അവൻ അരിവാളെടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യം മാത്രമേ കർഷകൻ ചെയ്യുന്നുള്ളൂ. അവൻ വിത്ത് വിതയ്ക്കുന്നു, അവൻ അരിവാളെടുക്കുന്നു. ഈ രണ്ട് പ്രക്രിയയ്ക്കുമിടയിൽ എത്രയോ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും നിർണായകരമായ കാര്യങ്ങൾ മുഴുവനും ഇതിനിടയിലാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ വിത്ത് വിതച്ചിട്ടോ അരിവാൾ വീട്ടിൽ വെച്ചിട്ടോ ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഈ ഒരു ദർശനം ആധുനിക മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അവൻ എല്ലാറ്റിൻ്റെയും ഉടമയാണെന്നും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ശക്തി അവനാണെന്നും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വർദ്ധിച്ചതുകൊണ്ട് അവൻ ദൈവത്തെക്കാൾ മിടുക്കനാണ് എന്നുമുള്ള ഒരു ധാരണ, അങ്ങനെ പൊളിച്ചു പറഞ്ഞില്ലെങ്കിലും ആ ഒരു അടിയിരിപ്പിലാണ് ആധുനിക മനുഷ്യൻ ജീവിക്കുന്നത്. ആ ഒരു സങ്കല്പം മനസ്സിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സൂക്ഷ്മമായ യാഥാർത്ഥ്യങ്ങളെ കാണുവാനുള്ള കണ്ണ് അവനില്ലാതെ പോകുന്നു. ഇപ്പോൾ ഞാൻ എനിക്ക് തന്നെ പോരുന്നവനാണ്, ഞാൻ എനിക്കുള്ളതിൻ്റെ ഒക്കെയും യജമാനനാണ്, എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയും എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയില്ല. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ത് മാത്രം, എൻ്റെ കർത്തവ്യം, എൻ്റെ കഴിവ്, എൻ്റെ റിസോഴ്സസ് അതെത്രമാത്രമാണ്, അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്, അതിലെൻ്റെ സാമർഥ്യം എന്താണ്, അതുകൊണ്ട് എന്ത് നേടാം എന്ന ഒരു ചിന്ത മാത്രമേ എന്നെ ഭരിക്കുകയുള്ളൂ. എൻ്റെ കഴിവിനപ്പുറത്ത്, എൻ്റെ ശ്രമത്തിന് അപ്പുറത്ത്, എൻ്റെ സാധ്യതകൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന അപ്രമേയമായ മർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഈ അധ്വാനത്തെയും ഫലഭൂയിഷ്ടമാക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഇന്ന് മനുഷ്യർക്ക് വളരെ പ്രയാസമാണ്.
എന്നാലും നാം പറയും നാം എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണെന്ന് പറയും. പക്ഷേ ദൈവരാജ്യത്തിൽ നിലനിൽക്കേണ്ട അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആധികാരിക സ്വഭാവമായ ഈ ഒരു അവയർനെസ്, ഈ ഒരു തിരിച്ചറിവ് ഉള്ളവർ നന്നേ കുറവാണ്. അതിൻ്റെ ഒരു കാരണം നാഗരിക സംസ്കാരമാണ്, ഏർബൻ കൾച്ചർ. നാം ഈ പട്ടണങ്ങളിലൊക്കെ വസിക്കുന്നു, പട്ടണ സംബന്ധമായ സംസ്കാരത്തിൽ നാം അതിൽ തങ്ങി നിൽക്കുന്നു. പ്രകൃതിയുമായി നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന അനുഭവത്തിൽ കൂടെ തിരിച്ചറിയുവാൻ നമുക്ക് വാസ്തവത്തിൽ അവസരങ്ങളില്ല. അവസരങ്ങൾ ലഭിച്ചാലും അത് കാണാനോ മനസ്സിലാക്കാനോ കഴിയാതെ വണ്ണം സംസ്കാരം നമ്മുടെ കണ്ണുകളെ അടച്ച് കെട്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ വചനം നാം വളരെ കൃത്യമായും ശ്രദ്ധയോടും വായിക്കേണ്ടത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭക്തിയെ മാത്രം മുൻനിർത്തി ഈ ഭാഗം വായിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒട്ടുമുക്കാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയില്ല. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നു. എൻ്റെ മുൻപിൽ എൻ്റെ മുറ്റത്ത് ഒരു ചെറിയ പേരയുണ്ട്. ആ പേര വരാൻ കാര്യം, ഞാനൊരു 7-8 വർഷങ്ങൾക്ക് മുൻപ് ആലുവയിൽ ഒരു സാധാരണ വ്യക്തി അവൻ്റെ വീട്ടിൽ നടത്തുന്ന ഒരു ചെറിയ കൺവെൻഷനുണ്ട്. ബെഞ്ചമിൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. അപ്പോൾ വലിയ പേര് കേട്ട പ്രസംഗക്കാരും സുവിശേഷ പ്രസംഗകരൊന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് നടത്തുന്ന ഈ 20 പേര് 30 പേര് സംബന്ധിക്കുന്ന കൺവെൻഷനിൽ പ്രസംഗിക്കാറില്ല. എന്നാൽ അദ്ദേഹത്തിനിത് തൻ്റെ ഏറ്റവും താല്പര്യമേറിയ, അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് എക്സൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരു അനുഭവമാണ് വർഷത്തിലൊരിക്കൽ ഈ കൺവെൻഷൻ. അപ്പം അങ്ങനെ എൻ്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങോട്ടൊന്ന് വരാമോ, ഒന്ന് പ്രസംഗിക്കാമോ, 3 ദിവസം പ്രസംഗിക്കാം. ഞാൻ പറഞ്ഞു വരാം. അപ്പം അങ്ങനെ ചെയ്താലും ആ പ്രശ്നം ചെയ്യുന്നു. അവസാന ദിവസമായപ്പോൾ ആ കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ എന്നെ കൊണ്ടുപോയി. എൻ്റെ ഭാര്യയുമുണ്ട്. അപ്പോൾ അവരുടെ വീടിൻ്റെ മുൻവശത്തൊരു പേര നിന്നു. അപ്പോൾ നിറച്ച പേരൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെ നിന്നായി പേരയുടെ ചെടി കിട്ടി? അത് പറഞ്ഞ് തന്നെത്താനെ വളർന്നു വന്ന് ഞങ്ങൾ നട്ടു വന്നു. പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന പേരയ്ക്കായ്ക്ക് കയ്യും കണക്കുമില്ല. അതിനകത്ത് ഇപ്പോൾ പഴുത്ത പേരയ്ക്കാവുണ്ട്, തന്നാൽ തിന്നാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും തരും. അവിടെ പോയി 3-4 പേരയ്ക്ക പറിച്ചിട്ടുണ്ട്. എന്നാലും ഒരെണ്ണം ഞാനിവിടെ കൊണ്ടുവന്ന് ചുമ്മാ അത് മുറ്റത്തൊന്ന് കുഴിച്ചിട്ടു. അപ്പോൾ അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇപ്പോൾ അതിൽ പേരയ്ക്ക ഉണ്ടാകുന്നു. ഈ പേരയ്ക്ക ഉണ്ടാകാൻ ഞാനൊന്നും ചെയ്തില്ല. ആ പേര കായ്ച്ചു. ആദ്യം അതിൻ്റെ ചെറിയ പേരയ്ക്കാവുന്നു. അത് കല്ല് പോലെ കട്ടിയാണ്. അത് വളർന്ന് ഒരു സമയത്ത് അത് മാർദ്ദവമായി, അതിൻ്റെ നിറം മാറി പഴുത്തു. അത് ഭക്ഷിക്കാൻ യോഗ്യമായി. ഇതിൽ ഞാനൊന്നും ചെയ്തതല്ല. പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് ഇന്ന് പേരയ്ക്ക പറിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ എൻ്റെ പറമ്പിലുള്ള എന്തിനെപ്പറ്റി നോക്കിയാലും ഞാൻ ചെയ്തിട്ടുള്ള അധ്വാനവും അതിലിപ്പോൾ സ്ഥിതി ചെയ്യുന്ന സാധ്യതകളും തമ്മിൽ യാതൊരു താരതമ്യവും ഇല്ല, യാതൊരു കമ്പാരിസണുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാം യേശു പറഞ്ഞ ഈ ഉപമയുടെ അർത്ഥം എത്രയോ മനോഹരവും സത്യസന്ധവുമാണ്. എന്നാൽ അതേസമയം തന്നെ ഞാനിപ്പോൾ ഈ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നാം ഞാൻ ഈ വീട് പണിയിപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു. ഈ വീടിനകത്തുള്ള എല്ലാ സാധ്യതകളുടെയും ഉടമസ്ഥൻ ഞാനാണ്. ഞാനുള്ളത് കൊണ്ടാണ് ഈ വീട്, ഇതെൻ്റെ വീടാണ് എന്നെനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ വീടിന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് പ്രകൃതിയോട് ബന്ധം പുലർത്തുമ്പോൾ വാസ്തവത്തിൽ അവിടെ നിൽക്കുന്ന പേരച്ചെടി, അതിലുണ്ടാകുന്ന പേരയ്ക്ക എൻ്റേതാണോ എന്നെനിക്ക് നല്ല സംശയമുണ്ട്. ഇങ്ങോട്ട് മാറിയാൽ ഒരു തെങ്ങ് വളർന്നു നിൽപ്പുണ്ട്. അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് ഒരു വർഷത്തിനാവശ്യമുള്ള തേങ്ങ മുഴുവനും കിട്ടും. ആകപ്പാടെ 4 മൂട് തേങ്ങ ഇവിടെയുണ്ട്. അവിടെ പാചകം ചെയ്യാനുള്ള തേങ്ങയും
പിന്നെ 1 വർഷത്തേക്കുള്ള വെളിച്ചെണ്ണയ്ക്കുള്ള തേങ്ങയും കിട്ടും. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഞാൻ വല്ലതും അറിഞ്ഞിട്ടാണോ? ഈ തെങ്ങിനോട് എനിക്ക് പറയാനൊക്കുമോ തേങ്ങ തരണം എന്ന് പറയാനൊക്കും? അല്ല നീ വളരണം, അല്ല വീണ് പോകരുത്, കാറ്റടിക്കുമ്പോൾ പിടിച്ചു നിന്നോണം, അല്ല ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, വളം കൊടുക്കുന്നില്ല. അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഏതെങ്കിലും പ്രക്രിയയോട് എനിക്ക് വല്ല അവകാശവും പറയാനൊക്കും? പിന്നെ ഞാൻ ഏതർത്ഥത്തിലാണ് പറയുന്നത്? ഇത് എൻ്റെ എന്താണ് പറയുന്നത്, പറമ്പാണ്, ഇതെൻ്റെ തെങ്ങാണ്, ഇതെൻ്റെ മാവാണ്, അതെൻ്റെ പേരച്ച, ഞാൻ എങ്ങനെയാണ് പറയുന്നത്? നാം അല്പം ആലോചിച്ചാൽ നമ്മുടെ ഈ ഉടമസ്ഥത ബോധം ഒരു വലിയ കടങ്കഥയാണ് എന്ന് ബോധ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ യേശു വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്ന, അവൻ അറിയാതെ ഇത് അത് വിത്ത് മുളച്ചു, അവൻ അറിയാതെ വളർന്നു, അവനൊന്നും ചെയ്യാതെ ഇതാ ഫലം പുറപ്പെടുവിച്ചിരിക്കുന്നു, ഫലം വേണപ്പോൾ എടുത്തു, അപ്പോൾ നീ വല്ലതും ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ലോകത്തെ മുഴുവനും നിലനിർത്തുന്നതും താങ്ങി നിർത്തുന്നതൊക്കെ നമ്മളാണ്. നമ്മളില്ലെങ്കിൽ എല്ലാം പോകും. എൻ്റെ കാലശേഷം കഴിഞ്ഞാൽ എന്തു ചെയ്യും? കാലം ചെയ്ത ക്രിസോസ്റ്റം തിരുമേനിയുടെ നർമ്മബോധത്തെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അദ്ദേഹത്തിന് 90 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർക്ക് 40 വയസ്സ് പ്രായമാണ്. അപ്പോൾ ഡ്രൈവറെ കാണുമ്പോൾ ക്രിസോസ്റ്റോനോട് പറയുന്നത്, എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പാപ്പച്ച എന്ന് വിളിക്കുക, എടാ പാപ്പച്ച, എൻ്റെ ഇപ്പോഴത്തെ ഒരു വലിയ ചിന്ത, നിൻ്റെ കാലശേഷം ആരെൻ്റെ വണ്ടി ഓടിക്കും, ഞാൻ എങ്ങനെ യാത്ര ചെയ്യും എന്നാണ്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തെ ഏതാണ്ട് കളിയാക്കിക്കൊണ്ട് തിരുമേനി പറയുന്നതാണ്. ഞാൻ മൂലമാണ് എല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ധാരണയിൽ വലിയ പ്രമാദമായ തെറ്റുകളുണ്ട്. ഇത് വിലപ്പോകുന്നതല്ല എന്ന് നാം അറിയണം. പിന്നെ പറയുന്നത്, ദൈവരാജ്യം കടുക് പണിയോട് സദൃശം. അത് വിതച്ച ശേഷം വളർന്ന് അതിൻ്റെ ഒരു സാധാരണ പ്രകൃതിയിൽ കടുക് ചെടി വളരുന്നത് പോലെയല്ല ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്കറിയാം. അതിൻ്റെ കാരണം ഇത് പ്രകൃതിയെ പറ്റിയുള്ളൊരു പാഠമല്ല, ഇത് ആത്മീയമായ സാധ്യതകളെ പറ്റിയുള്ളൊരു വെളിപ്പെടുത്തലാണ്. അതുകൊണ്ട് നാം പഠിച്ച ബോട്ടണിയുടെ വെളിച്ചം കൊണ്ട് ഇത് പരിശോധിച്ചാൽ നമുക്കിതിനോട് ദേഷ്യം തോന്നും. ഇവിടെ ഇത് ബോട്ടണിയല്ല, ഇത് വെളിപ്പെടുത്തലാണ്. ആത്മീയ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്താനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ഇത് കാവ്യാത്മകമായ ഒരു ചിത്രീകരണമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കടുക് മണി വീണ് മുളച്ച് വളരുമ്പോൾ അതിൽ ആകാശത്തിലെ പറവകൾ വന്ന് കൂടും വെക്കുമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ നിഴലിൽ മറ്റ് ജീവജാലങ്ങൾ, പക്ഷികൾ അല്ലെങ്കിൽ മൃഗങ്ങൾ സുഖമനുഭവിക്കുമെന്നോ അതിനറിഞ്ഞുകൂടാ. അത് നിശ്ചയിക്കുന്ന കടുകുമണിയല്ല, കടുകുമണിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ മർമ്മമാണ്. പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും കരുതുന്നൊരു ദൈവമുണ്ട്. മനുഷ്യരെ കരുതുന്നത് പോലെ ജീവിതത്തിൻ്റെ എല്ലാ പ്രകടനങ്ങളെയും പ്രതിഭാസങ്ങളെയും വിലമതിക്കുകയും അവയ്ക്ക് വേണ്ടി കരുതുകയും അവയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വിഭവങ്ങൾ നൽകുകയും ചെയ്യുന്ന വിശ്വസ്തനായ ഒരു ദൈവം വസിക്കുന്നു എന്ന ഒരു തിരിച്ചറിവാണ് യേശു ഇവിടെ അടിവരയിട്ട് പറയുന്നത്. ഇത് മനസ്സിലാക്കുമെങ്കിൽ, ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുവെങ്കിൽ, അതായത് നാം നമ്മുടെ ഈ ലോകത്തിലെ പരിശീലനം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും പാരമ്പര്യമായി ലഭിച്ച അറിവ് കൊണ്ടും കാഴ്ചപ്പാട് കൊണ്ടും ഇപ്പോൾ വച്ചു പുലർത്തുന്ന കാഴ്ചപ്പാട്, നാം എല്ലാറ്റിൻ്റെയും ഉടമകളാണെന്നും നമ്മുടെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ ഓടുന്നതെന്നും ഇതൊക്കെയും എൻ്റേതാണ് എന്നും എൻ്റെ ആവശ്യത്തിന് അത് പൂർത്തി വരുത്തുന്നതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് എന്നുമുള്ള ഈ പ്രകാരമുള്ള ഈ ധാരണകൾ, അത് മനുഷ്യൻ സൃഷ്ടിച്ച കൃത്രിമമായ ലോകത്തിൽ നിന്ന് അവരിലേക്ക് പടർന്നു പിടിച്ച ഒരു രോഗമാണ് എന്ന് നാം തിരിച്ചറിയണമെന്നാണ് യേശുവിടെ സൂചിപ്പിക്കുന്നത്.
ഇപ്പോൾ നാം വളരെ കൃത്രിമമായ ഒരു ലോകം സൃഷ്ടിച്ചു, അതിനകത്ത് തന്നെ നിൽക്കുകയാണ് എങ്കിൽ നാം ആർജിക്കാവുന്ന ഒരു കാഴ്ചപ്പാട് എന്താണ്? ഇതിനകത്ത് നടക്കുന്നത് മാത്രമേ യാഥാർത്ഥ്യമാകുകയുള്ളൂ, ഇതിനപ്പുറത്തൊന്നുമില്ല. കാരണം നാം ഈ 4 ഭിത്തിക്ക് വെളിയിലോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ രാജാവാണ്, ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ ഖജാൻജിയാണ്, അപ്പോൾ എൻ്റെ അധികാരം എല്ലാവരും മാനിക്കണം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നിലപാടെടുക്കും. കാരണം അവർക്കറിയാൻ വയ്യാഞ്ഞിട്ടാണ്, അവരുടെ ബോധം ഉണരാത്തത് കൊണ്ടാണ്. എന്നാൽ ദൈവരാജ്യം എന്നത് ഇങ്ങനെ മനുഷ്യൻ സൃഷ്ടിച്ച സാംസ്കാരിക ലോകത്തിൽ അവൻ വെച്ചു പുലർത്തുന്ന സങ്കല്പങ്ങളെ 100% അതിജീവിക്കുന്നതാണ് എന്ന ഈ വളരെ കൃത്യമായ അറിവ്, ഇതിൻ്റെ വ്യാപ്തി വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നാം ശ്രമിച്ചിട്ടില്ല, നമുക്കതിന് സാധിച്ചിട്ടില്ല. നാം എന്തു ചെയ്തു? യേശു ഇപ്രകാരം വിപ്ലവാത്മകമായ ഒരു ആത്മീയ വെളിപ്പെടുത്തൽ നടത്തി. അത് അതിൻ്റെ അർത്ഥത്തിൽ ആത്മാവിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത് നാം സൃഷ്ടിച്ച, നാം നേതാക്കന്മാരാണെന്നും യജമാനന്മാരാണെന്നും ഒക്കെയുള്ള മിഥ്യകളെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുന്ന ഈ ഒരു സംവിധാനത്തിൻ്റെ ഒരു മുഖപ്പട്ടയായി നാം അതിനെ വെട്ടിച്ചുരുക്കി അതിങ്ങനെ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ സഭയാണ് ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ കാണപ്പെട്ട ആവിഷ്കാരം എന്നാണ് പറയുന്നത്. ദ ചർച്ച് ഈസ് ദ വിസിബിൾ എംബോഡിമെൻറ്റ്, ദ ഇൻകാർണേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവരാജ്യത്തെ പറ്റിയുള്ള യേശുവിൻ്റെ വെളിപ്പെടുത്തുകൾ ഏതെങ്കിലും എടുത്താൽ, അല്ലെങ്കിൽ എല്ലാം എടുത്ത് അതിൽ നിന്ന് നമുക്ക് പ്രാപിക്കാവുന്ന ആശയത്തെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് നാം സഭയെയും സഭയുടെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന കാഴ്ചപ്പാടിനെയും സംവിധാനങ്ങളെയും പരിശോധിച്ചാൽ ഇത് രണ്ടും ഘടകവിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എപ്രകാരം ദൈവരാജ്യത്തിൽ ദൈവം ആധിപത്യം പാലിക്കുന്നു, ദൈവഹിതമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കേണ്ടത്, അതിനു പകരം ദൈവരാജ്യത്തിൻ്റെ ഇഹലോക ആവിഷ്കാരമെന്ന് അവകാശപ്പെടുന്ന സഭ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് മനുഷ്യൻ്റെ അധികാരം മാത്രമാണ്. വാസ്തവത്തിൽ യേശു അന്ന് ദൈവരാജ്യം പ്രസംഗിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവരാജ്യത്തിൻ്റെ ഉള്ളടക്കം തന്നെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ്, ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവരാജ്യം എന്ന സങ്കല്പത്തിൻ്റെ ആശയം തന്നെ മനുഷ്യൻ്റെ വിടുതൽ എന്നാണ്. മനുഷ്യൻ്റെ വിടുതൽ. എന്തുകൊണ്ടാണ് മനുഷ്യന് വിടുതൽ ആവശ്യമായി വരുന്നത്? അതിൻ്റെ യുക്തി വളരെ ലളിതമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല. മനുഷ്യൻ ഈ ലോകത്തിൽ സൃഷ്ടിച്ചു വച്ചതെല്ലാം അവനെ അടിമയാക്കുന്നു. വലിയ കഴിവ് ഉണ്ട്, വലിയ സാധ്യതകളുണ്ട്, അവയൊക്കെയും സമർത്ഥമായി പ്രയോഗിച്ച് മനുഷ്യൻ അത്ഭുതകരമായ ഉപാധികൾ സൃഷ്ടിക്കുന്നു, സംവിധാനങ്ങൾ ഒരുക്കുന്നു, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഇവയൊക്കെയും അവനെ അടിമയാക്കുന്നു. ദൈവികമായ അവൻ്റെ സ്വഭാവത്തെ പ്രകടിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അത് അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ 100% ഇല്ലാതെയാക്കുന്നു. അങ്ങനെ മനുഷ്യനായി തീരേണ്ട മനുഷ്യൻ മനുഷ്യനാകാതെ അതിൻ്റെ ഏതോ ഒരു പേക്കോലം പോലെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വിടുവിച്ച് അവനായിത്തീരേണ്ടതുപോലെ ആയിത്തീരേണ്ടതിന് വേണ്ടി ദൈവം മനുഷ്യൻ്റെ അവസ്ഥയിൽ ഇടപെടുന്ന ആ ഒരു സംഭവമാണ് സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം എന്ന് 4 സുവിശേഷങ്ങളും പ്രത്യേകിച്ച് ആദ്യത്തെ 3 സുവിശേഷവും നമ്മളെ സാക്ഷീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദൈവരാജ്യം അത് മനുഷ്യൻ ആധിപത്യം നടത്തുന്ന മനുഷ്യനിർമ്മിതമായ സ്ഥാപനങ്ങൾ എപ്രകാരം നടത്തുന്നുവോ അതിനെ നയിക്കുന്ന മർമ്മങ്ങളെയും അതിനെ നയിക്കുന്ന ലക്ഷ്യങ്ങളെയും കവച്ചു വയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മനുഷ്യൻ ആധിപത്യം നടത്തുന്ന, മനുഷ്യ ആധിപത്യത്തെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു സംവിധാനവും
ദൈവരാജ്യത്തിൻ്റെ പര്യായമായി തീരുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു ദൈവരാജ്യത്തെപ്പറ്റി പരാമർശിക്കുമ്പോൾ ഒരു സ്ഥാപനത്തെയും മാതൃകയായി പറയാതിരുന്നത്. നിങ്ങൾ ദൈവരാജ്യത്തെപ്പറ്റിയുള്ള യേശുവിൻ്റെ പല നാനാവിധമായ ഉപമകൾ സുവിശേഷങ്ങളിലുള്ളത് പരിഗണിച്ച് നോക്കൂ. ഒരൊറ്റ ഉപമയിൽ പോലും മനുഷ്യനിർമ്മിതമായ ഒരു സംവിധാനത്തിൻ്റെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഉദാഹരണത്തിൽ യേശു ദൈവരാജ്യത്തിൻ്റെ ആശയം അവതരിപ്പിച്ചിട്ടില്ല. ദൈവരാജ്യം എന്ന സങ്കല്പം ജനങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം യേശു അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദാഹരണം മുഴുവനും എടുത്തിട്ടുള്ളത് 100% എടുത്തിട്ടുള്ള പ്രകൃതിയിൽ നിന്നാണ്. അതിൻ്റെ കാരണം എന്താണ്? പ്രകൃതിയിൽ മനുഷ്യൻ്റെ ആധിപത്യം, നിയന്ത്രണം, അവൻ്റെ കാർമ്മികത്വം നന്നേ കുറവാണ്. നാം ഇന്ന് വായിച്ച ധ്യാനത്തിന് വേണ്ടി ഉപയോഗിച്ച ഈ ഭാഗത്തുള്ള 2 ഉപമകളിലും വളരെ വ്യക്തമായി യേശു ചിത്രീകരിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കത്തക്കവണ്ണം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, വിത്ത് വിതയ്ക്കുന്നവൻ വിതച്ചു, പിന്നെ അവൻ രാവും പകലും ഉറങ്ങി. ബാക്കി പ്രകൃതിയാണ് ചെയ്തത്. മനുഷ്യൻ്റെ കാർമ്മികത്വത്തിൽപ്പെട്ടതല്ല ഇത്. അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന മർമ്മങ്ങൾ, അതാണ് ഏറ്റവും സുപ്രധാനം, നിർണായകരമായ. അതേസമയം മനുഷ്യൻ അധ്വാനിക്കുകയും വേണം. മനുഷ്യനെ ഇറലവൻ്റ് ആക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ദൈവരാജ്യം. മനുഷ്യൻ അവൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. പക്ഷേ അവൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുമ്പോൾ ആ കൃത്യനിർവഹണത്തിലും സാധാരണയിൽ കവിയുന്നൊരു ബോധം, ഭൗതികമായ ലോകത്തിൻ്റെ പരിമിതികളെ അതിജീവിക്കുന്ന ഒരു ബോധം അവനെ നയിക്കണം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ മനുഷ്യനും ദൈവവും സഹപ്രവർത്തകരാണ് എന്ന ആശയം. മാൻ ഈസ് എ co-worker വിത്ത് ഗോഡ് ഇൻ ദിസ് മിഷൻ ടു സസ്റ്റെയിൻ ലൈഫ് എന്ന ആശയം വരുന്നു. എന്നാൽ മനുഷ്യൻ ഒരു സ്ഥാപനമുണ്ടാക്കി കഴിയുമ്പോൾ ദൈവവുമായുള്ള അവൻ്റെ ഈ പങ്കാളിത്തം 100% അവസാനിക്കും. മനുഷ്യൻ ദൈവമായിത്തീരും. എന്നാൽ ദൈവത്തിൻ്റെ പേര് പറയും. കാരണം സാധൂകരിക്കുന്നതിനും ലെജിറ്റിമൈസേഷന് വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, ഞാൻ യേശുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അജപാല ശുശ്രൂഷ ചെയ്യുന്നു എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ വെറും ഭംഗിവാക്ക് മാത്രമാണ്. കാര്യത്തോടടുക്കുമ്പോൾ നമുക്കറിയാം ദൈവവുമില്ല, ദേവനുമില്ല, ഞാൻ മാത്രമാണ് സർവാധികാരി, എന്നോട് വിസമ്മതിക്കുന്നവൻ പുകഞ്ഞു കൊള്ളി പുറത്ത് എന്നതാണ് ഇതിൻ്റെ പ്രാവർത്തികമായ സ്വഭാവം എന്നറിയാത്ത ആരുമില്ല. അതുകൊണ്ടാണ് എല്ലാ മതത്തിലും സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് യേശുവിൻ്റെ ക്രൂശീകരണം. നാം ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇത് ഹോളി വീക്കാണ്. ഇനിയും ഇപ്പോൾ അടുത്ത നിമിഷങ്ങളിൽ നാം യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി ലോകത്തെമ്പാടും ക്രിസ്തീയ സമൂഹം ധ്യാനിക്കും. പക്ഷെ അവിടെയൊന്നും ഈ തത്വം ആരും പ്രസ്താവിക്കുകയില്ല. കാരണം ഈ ധ്യാനം നടക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിലും ആ സ്ഥാപനത്തിൻ്റെ തനതായ സ്വഭാവം, ഒരിക്കലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത സ്വഭാവം, ദൈവഹിതത്തെ മറുതലിക്കുന്നതാണ് എന്ന യാഥാർത്ഥ്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അംഗീകരിച്ചിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ധ്യാനം നടത്തുവാൻ സാധ്യമല്ല. എന്നതുകൊണ്ട് ഈ അടിസ്ഥാന സത്യത്തെ മൂടി വച്ചിട്ട് മാത്രമേ സത്യത്തിൻ്റെ രാജാവായ യേശുവിൻ്റെ ക്രൂശീകരണത്തെ പറ്റിയുള്ള ധ്യാനങ്ങൾ ലോകത്തെമ്പാടും നടക്കുകയുള്ളൂ എന്ന ഒരു വിചിത്രമായ ഒരു യാഥാർത്ഥ്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ദൈവരാജ്യം നാം സാധാരണ ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായൊരു മർമ്മമാണെന്നും അത് മനുഷ്യനിർമ്മിതമായ കൃത്രിമ ലോകത്തെ ഭരിക്കുന്ന മർമ്മങ്ങളിൽ നിന്നും അതിൽ പ്രവർത്തിക്കുന്ന, അതിൽ സ്ഥിതി ചെയ്യുന്ന സാധ്യതകളിൽ നിന്നും തുലവും വ്യത്യസ്തമാണ് എന്ന ഒരു തിരിച്ചറിവെങ്കിലും ഈ ഒരു ധ്യാനത്തിൽ കൂടെ പ്രാപിക്കുവാൻ നമുക്കിടയായാൽ അത് കൂടുതലായി ദൈവരാജ്യത്തെ പറ്റിയുള്ള അറിവുകൾ പ്രാപിക്കുന്നതിന്
അന്വേഷിക്കുവാനുള്ള നമ്മുടെ താല്പര്യത്തെ ഉണർത്തുകയും നിലനിർത്തുകയും ചെയ്യും. തൽഫലമായി യഥാർത്ഥത്തിൽ യേശു ലോകത്തിന് നൽകിയ സന്ദേശം, ദൈവരാജ്യം സമീപിച്ചിരിക്കൽ മാനസാന്തരപ്പെടുകയും, അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്നാൽ നമ്മുടെ ജീവിതത്തിലും കാഴ്ചപ്പാടിലും വ്യക്തിത്വത്തിലും എന്ത് മാറ്റങ്ങൾ വരണമെന്ന് കൂടുതൽ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് അപ്രകാരം നമ്മെ തന്നെ ക്രമീകരിക്കുവാനും നമ്മെ സഹായിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം തൽക്കാലം ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.